ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കേരളം പുനർനാമകരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ ഇന്ന് ആരംഭിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറത്തിറക്കി. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യന് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. കേരള എന്ന പേര് കേരളമായി പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഈ മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. കായിക താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്നും യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. मुझे यहाँ लगभग 12-13 साल हो इसी मकान में. अगर मैंने रेगुलरली और हर बार किसी को रिसीव किया है, किसी को मैं मिला हूँ, तो खिलाड़ी है. पिछले 10-12 सालों के आप लोगों के पुरुषार्थ के कारण, भारत को लगातार विजय दिलाने के आपके प्रयासों के कारण, जो काम शायद हम स्कूलों में जाके कहें कि नहीं वे खेलना चाहिए, ये करना चाहिए, स्कूलों में जाकर के हम कर सकते थे, उससे ज्यादा आपका मेडल उनको इंस्पायर करता. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർഘർ തിരങ്ക യജ്ഞത്തിന് രാജ്യമെമ്പാടും മികച്ച പ്രതികരണം. തിരങ്ക യാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ത്രിവർണ്ണ പതാകയുടെ ആഘോഷത്തിൽ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൂര്യപത് തിരങ്ക സംരംഭം ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേളയെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം ഇന്നു മുതൽ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ ആരംഭിക്കും. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടും. സമകാലിക EOD രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് ഈ പരിപാടി വഴിയൊരുക്കും. ഒപ്പം ഇരുവിഭാഗത്തിന്റെ പ്രവർത്തന ആശയങ്ങൾ, തൊഴിൽപരമായ കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത് അവസരമൊരുക്കുന്നു. ഇരു നാവികസേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുന്നതിനും പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനും അഭ്യാസ പ്രകടനം സഹായിക്കും. സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കുന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. പരിപാടിയിൽ ഹർഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക പ്രദർശിപ്പിച്ചു. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് വേങ്ങേരി പച്ചക്കറി വിപണന കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പച്ചക്കറി വിലവർധന തടയാൻ 10,50,00,000 രൂപ വിപണി ഇടപെടലിന് മാറ്റിവെച്ചിട്ടുണ്ടെന്നും കൃഷിമന്ത്രി അറിയിച്ചു. സംസ്ഥാന വ്യാപകമായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഓപ്പറേഷൻ ഗ്രിപ്പുമായി കേരള പോലീസ്. ADGP P വിജയന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പരിശോധനകൾ നടന്നു. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ നടപടികളും, ഒന്നിലധികം കേസുകളിൽ പ്രതിയായവർ, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങി സമാധാനപരമായ പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തുമെന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ബംഗളൂരു KSRTC ബസ് അപകടത്തിൽ മരിച്ച ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് മന്ത്രി CP ജോൺ.
ഡ്രൈവർക്ക് മതിയായ വിശ്രമം ലഭിച്ചില്ല എന്ന ആരോപണം ശരിയല്ലെന്നും ബസ്സുകളുടെ റണ്ണിംഗ് സമയം സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുള്ള തീരുമാനം വരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ടകരയിലെ ഗൗതം കൃഷ്ണന്റെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അതേസമയം മുഖ്യമന്ത്രി VD സതീശനും ഗൗതമിന്റെ വീട് സന്ദർശിച്ചു. അട്ടപ്പാടിയുടെ പരമ്പരാഗതമായ കാർഷിക അറിവിനും തദ്ദേശീയ വിത്തുകളുടെ സംരക്ഷണത്തിനും സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. ഇത്തവണത്തെ പൈതൃക കാർഷിക പുരസ്കാരം നേടിയ ഗൊട്ടിയാർകണ്ടി ഉന്നതിയെക്കുറിച്ച് ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രധാനമായും കുറുമ്പ ആദിവാസി സമൂഹം താമസിക്കുന്ന ഈ ഉന്നതിയിൽ തലമുറകളായി കൈമാറി വരുന്ന പഞ്ചകൃഷി സമ്പ്രദായത്തിനൊപ്പം ചെറുധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ജൈവ പ്രകൃതി കൃഷി, സംയോജിത കാർഷിക രീതി എന്നിവയാണ് പിന്തുടരുന്നത്. കൃഷിഭവന്റെ പിന്തുണയോടെ കർഷകരും ഊരുമൂപ്പനും ഉൾപ്പെടെയുള്ള ഉന്നതിയിലെ കുടുംബങ്ങളാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജലക്ഷാമവും വന്യമൃഗശല്യവും സംഭരണ സൗകര്യങ്ങളുടെ കുറവും അതിജീവിച്ച് കരസ്ഥമാക്കിയ അംഗീകാരം ഗൊട്ടിയാർകണ്ടിയുടെ കാർഷിക വികസനത്തിന് കൂടുതൽ സാധ്യതകൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. കേരളത്തിൽ കർക്കിടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കിടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമ സ്ഥാനമായ തിരുനാവായയിൽ കർക്കിടകവാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA വിലയിരുത്തി. കർക്കിടകവാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15-നും 11:30-നും സർവീസ് ഉണ്ടായിരിക്കും. ഇടുക്കി മറയൂരിലെ ആദിവാസി സമൂഹത്തിന്റെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഗിരിജ്യോതി ട്രൈബൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നടത്തുന്നത് മാതൃകാപരമായ മുന്നേറ്റം. മുതുവാൻ, ഹിൽപുലയ സമുദായങ്ങളിൽപ്പെട്ട 750ഓളം കർഷകരാണ് ഈ കമ്പനിയിലെ ഓഹരി ഉടമകൾ. നബാർഡിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കാട്ടുതേൻ, മറയൂർ ശർക്കര, പരമ്പരാഗത ധാന്യങ്ങൾ എന്നിവ ശേഖരിച്ച് ന്യായവില ഉറപ്പാക്കിക്കൊണ്ട് ആദിവാസി കർഷകർക്ക് മികച്ച ജീവനോപാധിയാണ് ഗിരിജ്യോതി ഒരുക്കുന്നത്. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ ഉൽപ്പന്നങ്ങളും 5 നാട് കുടിവെള്ളവും നേരിട്ട് വിൽപ്പന നടത്തുന്നതിനായി മറയൂരിൽ പ്രത്യേക ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നുണ്ട്. വനമേഖലയിലെ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള ജലം ശാസ്ത്രീയമായി ശുദ്ധീകരിച്ചാണ് 1 ലിറ്ററിന്റെ ബോട്ടിലുകളിൽ കുടിവെള്ളം വിപണിയിലെത്തിക്കുന്നത്. നബാർഡിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് വിവിധ ഉൽപാദന വിപണന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 128 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവെച്ചു. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, ഗൃഹാരോഗ്യം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള 4 വ്യത്യസ്ത സെഷനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെമിനാറിനോടനുബന്ധിച്ച് പോസ്റ്റർ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കേരള പുനർനാമകരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ ഇന്ന് ആരംഭിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറത്തിറക്കി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യന് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.